ഹലോ ഗൈസ്, ഏഷ്യയിലെ ഏറ്റവും വലിയ റെഡ് സ്ട്രീറ്റ് കൊൽക്കത്തയിലാണെന്ന് അറിഞ്ഞതിന്റെ ശേഷം ഞാൻ അവിടെ പോയി വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ പോവാന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ കിട്ടിയാട്ടാ. ഇയാളെ മെയിൻ എന്താ വെച്ചാൽ സിംപ്ലിസിറ്റി ആട്ടാ. വലിയൊരു ജംഗ്ഷന്റെ സൈഡിൽ വയ്ക്കാൻ ഒരു വള്ളി ട്രൗസർ ഇട്ടാണ്ട് ഈ തലന്റെ അടിയിൽ ഒരു പെട്ടിപ്പിടി തുടങ്ങിയ മാതിരത്തെ ഒരു പള്ളിയായിട്ട് ഇങ്ങനെ നടക്കടാ. കളിയൊക്കെ വിചാരിക്കത്തിട്ടാ, തൊലിക്കട്ടിടാ. ഇങ്ങനെയൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു ഉടുമ്പിന്റെ തൊലിക്കട്ടെങ്കിലും വേണം. എല്ലാരും വിചാരിക്കണ മാതിരി ഫസ്റ്റ് ഞാൻ വിചാരിച്ചു അയാൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാവും പാവാന്ന്. പക്ഷെ അതല്ലടാ, ഇയാൾക്ക് ഇയാളെ വർത്താനം കേട്ടോക്കണം, നല്ല വിവരം വിജ്ഞാനൊക്കെ ഉണ്ട്. അയാൾ എന്നോട് പറയട്ടാ, ഇവിടെ ഇങ്ങനെ കുപ്പായിച്ചിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റും വെളിച്ചും കിട്ടും. നിങ്ങൾക്ക് തോന്നുന്നു അയാൾ ആ പള്ളയിൽ മുഴുവൻ കാറ്റാവുന്നുണ്ട്, ഒരു സൂചി എടുത്താണ്ട് കുത്തിയട്ടോന്നറിയും. അയാൾ എന്നോട് 2 ബസ്സായിട്ട് കയറാൻ പറഞ്ഞു. അങ്ങനെ ഫസ്റ്റത്തെ ബസ് കയറി. രണ്ടാമത്തെ ബസ് കയറിയപ്പോണ്ട് ഒരു ഉണ്ടക്കണ്ണത്തി പെണ്ണുണ്ട് എന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി വെള്ളർക്കണം. ഈ കാലത്ത് ആണുങ്ങളും സേഫ് അല്ല, പെണ്ണുങ്ങൾ മാത്രല്ല. എനിക്ക് കുറച്ച് ലുക്ക് ഉണ്ട് വിചാരിച്ചിട്ട് എന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കല. എനിക്ക് താണൊക്കെ വരും. പിന്നെ ഞാൻ കുറച്ചേരം ഈ ഡ്രൈവറോട് വർത്താനം പറയാ വിചാരിച്ചിട്ട് അയാളോട് എന്ത് ചോദിച്ചിട്ട് ഈ തൊള്ളയിൽ മധുരക്കേങ്ങ കുടിക്കാൻ മാതിരി ഇങ്ങനെ മുണ്ടാതെ നിക്കടാ എരപ്പ ജാതി. അങ്ങനെ ബസ് പോകുമ്പോഴാണ് ഒരു ബംഗാളിക്കൂട്ടൊന്നായിട്ട് ഏത് മഴ പെയ്തിട്ട് ഇരുന്ന് ഇങ്ങനെ കേൾക്കണ്, ക്ലാപ്പൊക്കെ അടിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇത്ര മഴ ചെയ്തിട്ട് അയാളൊരു പ്രസംഗം കേട്ടാണ് ഇങ്ങനെ കിടഞ്ഞ് വല്ല കമ്പിക്കതെറ്റാണ് വിചാരിച്ചാൽ ഞാനും പോയോക്കിട്ട. ഇയാൾ വലിയ എന്തോ സംഭവമാണ് ഒന്നിട്ട്. കാരണം എന്താ, അവിടെ നീലക്കുയിലും പച്ചക്കുയിലും നീലക്കുയിലിന്റെ തന്തന്റെ തന്തി എല്ലാരും ഉണ്ട്. നമ്മളെ നാട്ടിലൊക്കെ നീലക്കുയിലും വല്ല അലിൻ ജോസ് പെരേര, രേണു സുധി, ജാൻമണിയൊക്കെ വരുമ്പോഴല്ലേ. ഇവിടെ വലിയ വലിയ ആൾക്കാരൊക്കെ വരുമ്പോഴാ വന്നിട്ട്. ഇവിടെ ഏതോ ന്യൂസ് ചാനൽക്കുള്ള വാർത്തൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഞാമല്ല അതിന്റെ മുമ്പിലൊക്കെ പോയി നിന്ന്. ഇപ്പൊ കൊൽക്കത്തയിൽ വൈറലാണെങ്കിൽ അത് വൈറലാകട്ടെ. എടാ, ബോഡി ഗാർഡിന് ശരിക്കും നല്ല മൂത്രയിക്കാൻ മുട്ടുണ്ടോ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഈ പരിപാടി എന്റെ പോകാൻ പറ്റുള്ളൂ. ഞാൻ അവനെ കുറെ നേരമായിട്ടോ ശ്രദ്ധിക്കണം, പാവടാ. അവിടുന്ന് ഞാൻ തിരിച്ചു പോകുമ്പോഴാണ് ഈ കാണുന്ന കൊൽക്കത്ത പോലീസ് തമ്പാക്ക് ഉണ്ടാക്കണ വീഡിയോ ഞാൻ എടുത്തിട്ട് എന്നെ വിളിച്ചാണ്ട് മൂപ്പര് ഡിലീറ്റ് ആയി. ആ ദേഷ്യം തീർക്കാനാണ് ഞാൻ മൂപ്പരോട് ചിരിച്ചും കൊണ്ട് വർത്താനം പറഞ്ഞാണ്ട് ഈ വീഡിയോ എടുത്തിട്ടാ. ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഓക്കെ അനാഷിനെ പിന്നെ ചുണ്ണിലെസ് അനാഷ് എന്ന് വിളിക്കേണ്ടി വരും.